സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. സഹിൻ നേരത്തെ കുറച്ചൊരു നാണത്തിലായിരുന്നു എന്ന് തോന്നുന്നു കൃഷ്ണന്മാരുടെ ഇടയ്ക്ക്. ഇപ്പോൾ ആ ഓളത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ടോ? ലക്ഷ്മി, നേരത്തെ നാണമൊന്നുമല്ലായിരുന്നു, ഇവിടെ പ്രാർത്ഥന നടക്കണമായിരുന്നു. അതിനിടെ ഞാൻ കിടന്ന് ഉച്ചയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെന്നെ തല്ലി ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടേണ്ടി വരും. ഇതിപ്പോൾ എനിക്കൊരു കൃഷ്ണനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കൃഷ്ണനാണ്. കൃഷ്ണന് കുറേ മാലയുണ്ട്, ഒപ്പം തന്നെ അരപ്പട്ടയൊക്കെ ഉണ്ട്. പക്ഷെ കൃഷ്ണൻ്റെ ഇതൊക്കെ ഇവിടെ പോയി, കിരീടമൊക്കെ ഇവിടെ പോയി. മയിൽപ്പീലി ലക്ഷ്മി, അതെ, മയിൽപ്പീലും കിരീടമൊന്നും പുള്ളിക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. പുള്ളി ആദ്യമേ തന്നെ ഞാൻ വന്നപ്പോൾ ഇതേപോലെ ഒരു ഓടക്കുഴലുണ്ടായിരുന്നു, ആ ഓടക്കുഴൽ ആദ്യമേ എടുത്ത് കളഞ്ഞു. ഇതാ ഇപ്പോൾ മയിൽപ്പീലിയും എല്ലാം കളഞ്ഞല്ലേ? എത്ര സമയം കൊണ്ടാണ് ഒരുക്കിയെടുത്ത്? കുറേ സമയം പിടിച്ചു. ലക്ഷ്മി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിരവധി ഈ കൃഷ്ണൻ ഒന്ന് പിടിക്കോ? അതിനാണ് ലക്ഷ്മി, കൃഷ്ണന്മാർ മാത്രമല്ല രാധമാരൊക്കെ ഉണ്ട്. മോളെ എത്ര നേരം ഒരുങ്ങിയിട്ട്? കുറെ നേരം ഒരുങ്ങിയെടുത്താ? ആരാ ഒരുക്കി തന്നെ? അമ്മയാണ് ഒരുക്കി തന്നെ? സത്യം പറ. പിന്നെ ആരാ ഒരുക്കി തന്നെ? കണ്ടാ, സത്യം പറഞ്ഞു കൊച്ചി, ആന്റിമാരാ ഒരുക്കി കൊടുത്തെന്ന്. കുറെ നേരം എടുത്താ ഒരുങ്ങാനായിട്ട്? എടാ മക്കളെ, മിഠായിയൊക്കെ മേടിച്ചു തരാന്ന് പറയണ കൊണ്ടുവന്നേക്കണത്. സത്യം പറ. പിന്നെ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഇതിൽ എത്ര കൃഷ്ണന്മാരുണ്ട് നിങ്ങള്? കൃഷ്ണന്മാരുടെ എണ്ണോന്നും അറിയില്ല. എത്ര കൃഷ്ണന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്? കൃത്യം കണക്കണ്ട, കണക്കണ്ടാവുന്നു. 25 പേരുണ്ട്. ലക്ഷ്മി, ഇത് 25 കൃഷ്ണന്മാരാണ്. ചേച്ചി നേരത്തെ ഒരു കൃഷ്ണനായിട്ട് വരണ്ടായിരുന്നല്ലോ ഇവിടെ? അടിപൊളി കൃഷ്ണൻ. കണ്ട, ഇത് ഈ കൃഷ്ണൻ ഇത്തിരി മോഡലാണ്. എങ്ങനെയുണ്ട് കൃഷ്ണ? ഇഷ്ടപ്പെട്ടാ? എന്തെങ്കിലുമൊക്കെ വാതോർത്ത് പറയുന്നത്, എന്തൊന്നും സംസാരിക്കാതിരിക്കണത്? കൃഷ്ണന് നാണമാണ് ലക്ഷ്മി. ആണോ? നാണമാണോ? അല്ല. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് കൃഷ്ണനാണ്? നേരത്തെ ആയിട്ടുണ്ട്? 3 തവണ ആയിട്ടുണ്ട്. ലക്ഷ്മി, കൃഷ്ണൻ സ്ലിപ്പറൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവാണോ? പിള്ളേർക്ക് ഇഷ്ടമാണ്. അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും ഇവിടെ വരാൻ നേരത്ത് എനിക്കൊന്ന് ചെറുതായിട്ട് കൃഷ്ണനാകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമ്മതിക്കില്ല. മക്കളെ, എങ്ങനെയുണ്ടാ? നയിച്ചുകൊണ്ട് പോകാൻ പറ്റുമവരൊക്കെ? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? 25 പേരുണ്ട്. സേതു, സാധാരണ കൃഷ്ണന്മാരായിരുന്നെങ്കിൽ ഇത്തവണ എനിക്ക് കുറെ രാധമാരെയാണ് കിട്ടിയേക്കണത്. ഇതിവിടെ ഞാൻ മാറില്ല, എന്തായാലും മാറില്ല. മക്കൾ എന്താണ് പേര്? ശ്രീദേവി. ആ, മക്കളുടെ പേരെന്താവാ? എന്താ പേര് മക്കളുടെ? ഇതൊരു അടിപൊളി കൃഷ്ണനാണ്. ഇത്തിരി നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള കൃഷ്ണനാണ്. മഞ്ഞ കളറിൽ ഉടുപ്പൊക്കെ ഇട്ടേക്കണം അല്ലേ കൃഷ്ണ? ആ, അതെ, പുതിയൊരു കൃഷ്ണൻ വന്നിട്ടുണ്ട്. എന്റെ അമ്മ, അടിപൊളി കൃഷ്ണല്ല, സൂപ്പർ അല്ല. എന്താ പേര്? അടിപൊളി പേരുള്ള സൂപ്പർ കൃഷ്ണനാണ്. ഇവിടെ ഒരു കുഞ്ഞാവ് കൃഷ്ണൻ എന്നെ കണ്ടിട്ട് കൗതുകത്തോടു കൂടി വന്ന് ഇപ്പം കേട്ടാ. എന്നെ കണ്ടിട്ട് കൃഷ്ണൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൃഷ്ണനോട് എവിടെ വെറൈറ്റി ഉണ്ട്, മുഴുവൻ വെറൈറ്റികളാണ്. മക്കളെ എങ്ങനെയുണ്ടാ? ഇത് ആദ്യമായിട്ടാണ്? അതെ, ഒരു വലിയ കൃഷ്ണനൊക്കെ വന്ന് ഇപ്പം. മോന അമ്മേ മോനാണോ? എന്റെ സേതു, ഇത് സമ്മതിക്കണം. ഇത് അമ്മേ മോനും ഒരു ആദ്യം കൃഷ്ണനായിട്ട് വന്നേക്കണം. അമ്മേ മോൻ ഇത് ഭയങ്കര വെറൈറ്റിയാണ്. സമ്മതിച്ചു തന്നിരിക്കുന്നത്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? കൊച്ചിന് വിഷമാനല്ല, അമ്മക്ക് പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയല്ല അല്ല? എന്ത് തോന്നി? തീർച്ചയായിട്ടും അതല്ലേ, പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടി ഇത് മോന് വിഷമമുണ്ടെന്ന് അങ്ങനെ തോന്നിയോ? ഇല്ല, ഒട്ടും തോന്നിയില്ല. ഞങ്ങളാണ് ഈ കൃഷ്ണനും രാധയും കൂടി. എന്തായാലും ഒരു വെറൈറ്റി. എന്താ പേരെന്താ? രമ്യ. എന്തിനാണ് മോനെ? എടാ, എത്രയിലാ പഠിക്കുന്നത്? എന്തായാലും കൃഷ്ണന്റെ ആദ്യമായിട്ട് വന്നേക്കണം അമ്മയും മോനൊക്കെയാണ്. കാണാൻ നല്ല കാഴ്ചയുണ്ട്. മക്കളെ, എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താടാ, ചോദിക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ കൃഷ്ണൻ മോനെടാ ഓടക്കുള്ളിലൊക്കെ തീർക്കല്ലേ? കൃഷ്ണന്റെ ഓടക്കുള്ളിലൊക്കെ കടിച്ച് തിന്നും. ഒരു 5 മിനിറ്റ് സമയം കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ ഈ ഓടക്കുള്ളിൽ മുഴുവൻ തിന്ന് തീർത്ത് കളയും. കൃഷ്ണ, അതേ നാണിച്ചാ കൈമാറ്റിക്കോ. ഞാൻ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഇരട്ടാളാണോ? ചേട്ടനോ അനിയനോ അല്ലേ? ഒരു കൃഷ്ണന്റെ ഇവിടെ എന്താണ് നടക്കുന്നത്? രാധയൊക്കെ വന്നിക്കണം. അടിപൊളി രാധയുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? പറ. ഇതാരും മേടിച്ചെന്ന്? അച്ഛനെവിടെ? പറഞ്ഞു മേടിപ്പിച്ചാണോ? സേതു, നിങ്ങളെ പോലെ ഒന്നും അല്ലട്ടെ കുട്ടികളൊക്കെ ഭയങ്കര സെലക്റ്റീവാണ്. അവരൊക്കെ പറഞ്ഞ് സാധനം മേടിപ്പിച്ചോണ്ടിരിക്കണേ. അച്ഛൻ പെട്ടുപോയി. ഇന്നലെ പോയി. വൈഫ് എവിടെ?
ആ വൈഫ് വന്നില്ല വൈഫിനെ അറിയാം സ്വാഭാവികമായിട്ടും കൊണ്ടുവന്ന് ഇനിയും സാധനങ്ങളുടെ എണ്ണം കൂടുമല്ലേ മനസ്സിലാക്കിയിട്ടുണ്ട്. സേതു കാണേണ്ട കാഴ്ച ഇതേ അടിപൊളി നീലകൃഷ്ണൻ ആദ്യമായിട്ടാണ് കൃഷ്ണൻ ചോദിച്ചു മേടിച്ചാണ്. അച്ഛന്മാരൊക്കെ നിരന്നിക്കണേ ഇങ്ങനെ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ. അടിപൊളിയാണ്. അത് 10-20 പേരുണ്ട്. സാധാരണ എല്ലാ തവണയും ഇത്തവണ കുറവാണ്. ഇത്തവണ കുറവാണെങ്കിൽ കാഴ്ച ഉണ്ടോ കുറെ ഇത് കുറെ അമ്മച്ചി എന്ത് കാണിച്ചേക്കണ എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ റെഡിയാക്കി എല്ലാവരും അടിപൊളിയാക്കി കൊണ്ടുവന്ന് പോലെ ഞങ്ങളെല്ലാവരും സഹകരിച്ച് സഹകരിച്ചിട്ടെന്ന് പറയണത് മേക്കപ്പ് ഒക്കെ ഇട്ട് കൃഷ്ണ ഇത് മേക്കപ്പ് മുഴുവൻ തീരുവല്ല കൃഷ്ണ. എന്റെ അമ്മോ ഇതിന്റെ ഇടയിൽ ഒരാൾ അറിയാതെ വന്ന് വിട്ടിട്ടുണ്ട് പരമശിവൻ. ഇതാരാ പിടിച്ച് പരമശിവനാക്കിയത്? ഈ സമയത്ത് ഈ ചതി ചെയ്തെന്തിനാണ് കൃഷ്ണനാകുന്നതിന് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവനെ. അതാണേ ഈ സമയത്തൊക്കെ എല്ലാവരും കൃഷ്ണനാക്കും, പുള്ളീനെ മാത്രം പരമശിവനാക്കി. ശിവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോണ്ട് ഭയങ്കര ശിവഭക്തിയാണല്ലേ? ശിവഭക്തിയാ. എന്റെ സേതു ഇവിടെ കാണേണ്ട ഒരു കൃഷ്ണൻ ഉണ്ടോ? പുള്ളിക്ക് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും മനസ്സിലായിട്ടില്ല. കൃഷ്ണ വല്ലതും അറിയേണ്ടത് വല്ലതും ഇവരൊക്കെ കൂടി ഈ സാധനമൊക്കെ കെട്ടിച്ചത്. കൃഷ്ണൻ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നില്ലേ? കരഞ്ഞ കൃഷ്ണൻ? ഇല്ല കൃഷ്ണൻ കരഞ്ഞിട്ടൊന്നുമില്ല. കൃഷ്ണന് ഒരു 5 മിനിറ്റ് സമയം കൂടി കൊടുത്ത് എന്നെ മൈക്ക് മേടിച്ചു കളയും. ദേ ഇവിടെ കുറെ രാധമാരൊക്കെ നിപ്പുണ്ടല്ലോ. എന്താ പേര്? എന്താ അടിപൊളി പേരാട്ടോ, സൂപ്പർ പേരാ. ഹലോ